പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഴയെക്കുറിച്ച് ഖുർആനിൽ എന്ന 3 മിനിറ്റ്സ് ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഖുർആനിൽ 30ഓളം സ്ഥലങ്ങളിൽ അള്ളാഹു മഴയെക്കുറിച്ച് പറയുന്നു. സ്വയ്ബ്, ഗൈസ്, മത്വർ, വാബിൽ, മാഇൻ തുടങ്ങിയ വേർഡുകളിലാണ് ഖുർആനിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മത്വർ എന്നുള്ള വേർഡ് അള്ളാഹു പരീക്ഷണമായിട്ട് നൽകിയതിനെക്കുറിച്ച് പറയുമ്പോഴാണ് അത് പറഞ്ഞിരിക്കുന്നത്. 150 ദിവസത്തോളം നീണ്ടുനിന്ന നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജലപ്രളയം അതൊരു കെടുതി തന്നെയായിരുന്നു. ധാരാളം ജനങ്ങൾ മുങ്ങി നശിക്കുകയും നൂഹ് നബിയിൽ വിശ്വസിച്ച വളരെ കുറച്ചു പേർ അദ്ദേഹത്തിൻ്റെ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുകയും ചെയ്ത സംഭവമാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മഴ, അതുപോലെ തന്നെ പരീക്ഷണവുമാണ്. നമ്മൾ ഈ മഴയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൗന്ദര്യമുണ്ട്. ആ ഭംഗിക്ക് മുമ്പിൽ ആ ഭംഗിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ മഴ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മഴയുടെ പിന്നിൽ പ്രവർത്തിച്ച ആ അദൃശ്യ ശക്തിയെക്കുറിച്ച് നാം ഓർക്കാറുണ്ടോ? ആ അദൃശ്യ ശക്തിയുടെ കഴിവിനെക്കുറിച്ചും ആ കഴിവിനോട് അല്ലെങ്കിൽ അദൃശ്യ ശക്തിയോട് നമുക്കുള്ള കടപ്പാടിനെക്കുറിച്ച് നാം ആലോചിക്കാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, 5 അദൃശ്യ കാര്യങ്ങളുടെ താക്കോൽ അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന്. അതേതൊക്കെയാണ്? നാളെ എന്താണ് നടക്കുന്നത്, എവിടെ വെച്ചാണ് മരണപ്പെടുന്നത്, അതുപോലെ തന്നെ മഴ എപ്പോഴാണ് സംഭവിക്കുന്നത്, എങ്ങനെയായിരിക്കും ആ മഴയുടെ തോത്, അതേപോലെ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് അതെങ്ങനെയായിരിക്കും, ഏത് തരത്തിലായിരിക്കും, പെണ്ണാണോ ആണാണോ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം അള്ളാഹുവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനുഗ്രഹമായി തന്ന മഴ, നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. വേനൽ കാലഘട്ടങ്ങളിൽ നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മഴ അതികഠിനമാകുമ്പോൾ ആ മഴയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ മഴയെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഉപമയായിട്ട് പോലും പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തെ ഉപമിച്ച് പറഞ്ഞുകൊണ്ടും, അതേപോലെ തന്നെ ജീവിത വിഭവങ്ങളെ ആസ്വദിക്കുന്നവരുടെ ഉപമയായിട്ടും, പുനരുജ്ജീവിതത്തെക്കുറിച്ചും, പരലോക വിശ്വാസം ഊട്ടുറപ്പിക്കുന്നതിനും, ദാനധർമ്മങ്ങൾ, സത്യസന്ധകൾ, സത്യവിശ്വാസികൾ, ഇതിനെക്കുറിച്ചെല്ലാം അള്ളാഹു ഖുർആനിൽ മഴയെ ഉപമിച്ചിട്ടുണ്ട്. ഈ മഴ കൊണ്ട് അള്ളാഹു നമുക്ക് വേണ്ടുന്ന ധാരാളം സസ്യലതാദികൾ ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുകയും, നിർജ്ജീവമായി കിടക്കുന്ന ഭൂമിയെ ജീവിപ്പിച്ച് അതിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ വസ്തുക്കളെയും അള്ളാഹു ജീവിപ്പിക്കുകയും, അതേപോലെ തന്നെ മൃഗജാതികളെ എല്ലാ മൃഗങ്ങളെയും അള്ളാഹു അതിന് പാനീയമായിട്ടും അള്ളാഹു നൽകിയിരിക്കുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി വെള്ളത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ സൃഷ്ടി പോലും, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പോലും വെള്ളത്തിൽ നിന്നാണെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് വെള്ളത്തിനോടുള്ള അല്ലെങ്കിൽ മഴയോടുള്ള ആ ഒരു പ്രതിബദ്ധത എത്രയായിരിക്കും? അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ കാര്യം, മഴയുടെ കാര്യം അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഈ മഴ എപ്പോൾ പെയ്യും, എവിടെയാണ് പെയ്യുന്നത്, ആർക്കാണ് കൂടുതൽ കൊടുക്കേണ്ടത്, ഇതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല. അങ്ങനെ 16 ദശലക്ഷം ടൺ വെള്ളം നീരാവിയായിട്ട് ആകാശത്തേക്ക് പോകുന്നുണ്ട്. അതേ തോതിൽ തന്നെയാണ് അള്ളാഹു 1 സെക്കൻഡിൽ മഴയായിട്ടും താഴേക്ക് പെയ്യിക്കുന്നത്. ഇതെല്ലാം ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം അദൃശ്യ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുകയും അവനോട് കൂടുതൽ കടപ്പാടും അതുപോലെ തന്നെ എല്ലാ ആരാധനകളും അവനെ അർപ്പിച്ചുകൊണ്ട് നാം നല്ലൊരു മുസ്ലിമായി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.